പഴയ നിയമത്തിലെ മാതൃകാപരമായ വിശ്വാസത്തിന്റെ ഉറച്ച ചുവടുകൾ വെച്ച ഒരു ധീര വനിതയായിരുന്നു രൂത്ത്. നമുക്കൊക്കെ വളരെ പരിചിതവും ഒത്തിരി ദൂതുകളൊക്കെ കേൾക്കുകയും വിശ്വാസത്തിന്റെ ഇടപെടലുകളൊക്കെ നമുക്കറിയാമല്ലോ. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിമിത്തം മറ്റൊരു ദേശത്ത് കുടിയേറി പാർക്കുവാൻ ആഗ്രഹിച്ച എലിമേലക്കിന്റെയും നൊവോമിയുടെയും കുടുംബത്തിന്റെ ചരിത്രത്തിലാണ് രൂത്ത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. വളരെ പരിചിതമായ ആ ചരിത്രം ചുരുക്കം വാക്കുകളിൽ ഞാൻ ആമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. മോവാബിലെത്തി അധികം വൈകാതെ തന്നെ എലിമേലക്ക് മരിച്ചു. തുടർന്ന് നവോമിയുടെ രണ്ട് ആൺമക്കളായ മഹ്ലോനും കില്യോനും ആ ദേശത്ത് നിന്നും രണ്ട് യുവതികളെ വിവാഹം കഴിച്ചു. അധികം വൈകാതെ തന്നെ മഹ്ലോനും കില്യോനും ആ പ്രവാസ ദേശത്ത് വെച്ച് മരിച്ചു എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ആ വേദഭാഗം അങ്ങനെ അറിയുന്നുണ്ടല്ലോ. തുടർന്ന് ദുഃഖിതയായ നവോമി ബേത്ലഹേമിലേക്ക് തനിച്ചു മടങ്ങിപ്പോകുവാൻ, അതായത് വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിച്ചു. അതിനെ തുടർന്ന് തൻ്റെ മരുമക്കളായ ഓർപ്പയോടും രൂത്തിനോടും മോവാബിലെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക്, തങ്ങളുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൾ ആവശ്യപ്പെട്ടു. അവിടെ വിധവകളായ ഓർപ്പയും രൂത്തും ഉള്ളവരായതിനാൽ, കാരണം എലിമേലേക്കും കുടുംബവും യഹൂദ വംശത്തിൽ നിന്നാണ് അവർ മോവാബിലെത്തിയത്. അവർ അന്യജാതിയിലുള്ള രണ്ട് യുവതികളെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ അന്യജാതിയിലുള്ള ഈ രണ്ട് യുവതികൾ അവർ ആയതിനാൽ നൊവോമിയോടൊപ്പം തിരിച്ച് ബേത്ലഹേമിൽ ചെല്ലുമ്പോൾ തുടർന്നുള്ള അവരുടെ ഭാവി വലിയ പ്രയാസത്തിലാകും എന്ന് നവോമി ചിന്തിച്ചിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരെ നിരുത്സാഹപ്പെടുത്തിയിരുന്നത്. ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതിനുവേണ്ടി നവോമി പറഞ്ഞ ന്യായങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഓർപ്പ തന്റെ സ്വഭാവനത്തിലേക്ക് മടങ്ങി എന്നാണ് വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ രൂത്ത് നവോമി വിട്ടുപിരിയാൻ കൂട്ടാക്കിയില്ല. രൂത്തിന്റെ പുസ്തകത്തിലെ വളരെ പ്രശസ്തമായ മനോഹരമായ ഒരു പ്രസ്താവന കൊണ്ട് രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു എന്നാണ് ആ വേദഭാഗത്തിൽ കാണുന്നത്. രൂത്ത് 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവൾ, നിന്റെ സഹോദരി നിന്റെ ജനത്തിന്റെയും തന്റെ ദേവന്മാരുടെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപൊരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും വരും, ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ ദൈവം യഹോവ തക്കവണ്ണം അധികം എന്നോട് ചെയ്യട്ടെ എന്നാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ വേദഭാഗം നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗം. അത്രയ്ക്ക് ഉറച്ച തീരുമാനങ്ങൾ, വിശ്വാസത്തിന്റെ ഒരു ചുവടുവെപ്പുകൾ തന്നെയാണല്ലോ ആ വാക്കുകളിൽ പ്രകടമാക്കുന്നത്. നവോമിയുടെ കൂടെ ബേത്ലഹേമിലേക്ക് പോരാൻ രൂത്ത് ഉറച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഈ മറുപടി കേട്ടപ്പോൾ നവോമി പിന്നീട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അവിടെ രൂത്ത്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്നൊക്കെ പറഞ്ഞെങ്കിലും നവോമി ചെല്ലുന്നിടത്ത് നവോമി ചെല്ലുന്ന ആ ഇടത്ത്, അല്ലെങ്കിൽ ചെല്ലുന്ന ഇടത്തും പാർക്കുന്നിടത്തും തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് സ്വാഭാവികമായുള്ള ഒരു ആശങ്ക രൂത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയൊരു കുടുംബത്തിലേക്ക്, പുതിയൊരു സാഹചര്യത്തിലേക്ക് അവരുടെ സ്വന്തക്കാരെയൊക്കെ വിട്ടിട്ട് വേറൊരു, പ്രത്യേകിച്ച് നമുക്കറിയാം യഹൂദരുടെ അവരുടേതായ രീതികളും അവരുടേതായ മറ്റു ജാതികളോടുള്ള ഇടപെടലുകളൊക്കെ നമുക്കറിയാം. ആ നിലയിലൊക്കെ വലിയൊരു ആശങ്ക രൂത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട്. നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറയുന്നെങ്കിൽ നവോമിയുടെ സ്വന്തം ജനം എത്രമാത്രം തന്നെ ഉൾക്കൊള്ളുമെന്ന ഭീതിയും രൂത്തിന് ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെയുള്ള അങ്ങനെയുള്ള ആ സാഹചര്യത്തിലൂടെയൊക്കെയാണ് രൂത്ത് ആ തീരുമാനമെടുത്തത്. രൂത്തിന്റെ പിൽക്കാല ജീവിതത്തിൽ ദൈവം പകർന്നു നൽകിയ നന്മകളൊക്കെ പരിശോധിക്കുമ്പോൾ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന പ്രസ്താവന ദൈവത്തിന്റെ മുമ്പാകെ വിലയേറിയൊരു വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു പ്രഖ്യാപനം ദൈവം തന്നെ ഏറ്റെടുത്തു. ദൈവത്തിന് അത് ഒത്തിരി പ്രസാദം തോന്നിയ ഒരു പ്രസ്താവന എന്ന പോലെ അവളെ അനുഗ്രഹിച്ചു എന്ന് അവളുടെ പിൽക്കാല ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രതീക്ഷയ്ക്കും സാഹചര്യമില്ലാത്തയിടത്ത് ദൈവം അവൾക്ക് വേണ്ടി മനോഹരമായി പ്രവർത്തിച്ചു. മടങ്ങി ചെന്ന നവോമിയെ സ്നേഹത്തോടെ സ്വീകരിച്ച ബേത്ലഹേമിലെ ജനങ്ങൾ രൂത്തിനോടും സ്നേഹത്തോടെ പെരുമാറി അവളെയും ആ നിലയിൽ തന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു. പിന്നീട് അവൾ എലിമേലക്കിന്റെ തന്നെ കുടുംബക്കാരനായ ആ ബോവസിലുള്ള വയലിൽ കൊയ്ത്തിന് ശേഷം അല്ലെങ്കിൽ വീണ് കിടക്കുന്ന കതിർ പറക്കുവാൻ അവൾ കടന്നുപോയ ആ ചരിത്രം നമുക്കറിയാം. തുടർന്ന് ബോവസ് അവളോട് കരുണ കാണിച്ചു. തുടർന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്വന്തം ഭർത്താവും രണ്ട് ആൺമക്കളും നഷ്ടപ്പെടുന്ന ആ ദുഃഖ സാഹചര്യത്തിലൂടെ നവോമി കടന്നു പോകേണ്ടി വന്നത് നമുക്ക് ആ ഒരു വലിയ സങ്കടം തോന്നുന്ന ഒരു കഥയാണ് ആരംഭഭാഗത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ സങ്കടവും നമുക്ക് അല്പം മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്ന ഒരു
സങ്കട കഥയാണല്ലോ നവോമിയുടേത്. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെടുന്നു, രണ്ട് ആൺമക്കൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു ദുഃഖ സാഹചര്യത്തിലൂടെ നവോമി കടന്നു പോകേണ്ടി വന്നത് ദൈവത്തെ അറിയാത്ത ഒരു ജനതയുടെ നടുവിൽ പാർക്കുന്ന ഒരു യുവതി ഈ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്ന മാത്രയിൽ മുഴു ഹൃദയത്തോടുകൂടെ ദൈവത്തെ അനുഗമിക്കും എന്നതുകൊണ്ടാണ്. രൂത്ത് ആ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്നവർ തീരുമാനമെടുത്ത് അവളെ അനുഗമിക്കുമെന്ന് ലോകത്തിന്റെ അല്ലെങ്കിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് നവോമിയെ ആ ദേശത്തേക്ക് അയക്കുകയും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ വേദനയിലൂടെ കടന്നു പോവുകയും അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു അവസരത്തിലേക്ക് സാഹചര്യത്തിലേക്ക് അത് എത്തിച്ചേർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അവളെ കണ്ടിരുന്നു. നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് രൂത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവം അവളെ തിരഞ്ഞെടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവളെ ബോവസിന്റെ പത്നി എന്ന നിലയിൽ ദാവീദ് രാജാവിന്റെയും ശലോമൻ രാജാവിന്റെയും ഏറ്റവും അവസാനം യേശു കർത്താവിന്റെ വംശാവലിയിൽ വരെ ഉൾപ്പെടാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവം ആ നിലയിൽ അവളെ ബഹുമാനിച്ചു എന്നുള്ളതൊക്കെ ആ ചരിത്രമാണല്ലോ. യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരാൾ നിത്യജീവനെ അവകാശമാക്കിയത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ കണ്ടിരുന്നു. ഏത് സാഹചര്യത്തിലും വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്നുള്ള ആ വലിയ സന്ദേശമാണ് ഇതിലൂടെ വെളിപ്പാക്കുന്നത്. ആ രൂത്തിനെ തെരഞ്ഞെടുത്തതിലൂടെ, രൂത്തിനെ അവിടെ കൊണ്ടുവന്ന് മാനിക്കുന്നതിലൂടെ, അവൾക്ക് വേണ്ടി നല്ല ദൈവിക അനുഗ്രഹങ്ങൾ പകർന്നതിലൂടെ ഒക്കെ ആ ദൈവം പകർന്നു തരുന്ന ആ സന്ദേശം അത് തന്നെയാണ്. നവോമിയുടെ കുടുംബത്തെയും അവരുടെ പിതൃസ്വത്തിനെയും വീണ്ടെടുക്കുവാനുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അതിനെ വിവാഹം കഴിച്ച ഇതിനെ തുടർന്ന് ബോവസിന്റെ ഭവനത്തിലേക്ക് എത്തിയ രൂത്തിനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നത് ബോവസിന്റെ അമ്മയായ രാഹാബായിരുന്നു. ആ രാഹാബിന്റെ ആ ചേർത്ത് പിടിക്കലിൽ ഒത്തിരി ദൈവപ്രവർത്തികളുടെ, രൂത്തിനെ അന്യജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു അവകാശവും പറയാനില്ലാത്ത രൂത്തിനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ചേർത്ത് പിടിക്കലിൽ ഒത്തിരി ദൈവിക പ്രവർത്തികളുടെ പിൻബലവും കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. രഹാബിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാമല്ലോ. രഹാബ് ആ ഭവനത്തിലേക്ക് എത്തിയത് രൂത്തിനേക്കാളും മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരുന്നു. രൂത്ത് പറയുന്നതിനെക്കാട്ടിലൊക്കെ, അല്ലെങ്കിൽ രൂത്തിന് പിന്നെയും കുറെ കൂടിയൊക്കെ മാന്യത ഉണ്ടായിരുന്നു. കാരണം അവൾ ആ ഭവനത്തിലേക്ക് വിവാഹം കഴിച്ചു വന്ന ഒരു യുവതി എന്ന നിലയിൽ കുറെ കൂടി ഒരു മാന്യത ഉണ്ടായിരുന്നു. എന്നാൽ രഹാബ് അതിനേക്കാളും മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരുന്നു അവൾ ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്നത്. അതിനാൽ പൂർണ്ണ മനസ്സോടെ രൂത്തിനെ ഉൾക്കൊള്ളുവാൻ രാഹാബിനായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം രഹാബ് തന്നെയാണ്. ദൈവം വലിയ നന്മകൾ കൊണ്ട് അനുഗ്രഹിച്ച രഹാബിലേക്ക് എത്താനാണ് ഞാൻ രൂത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യം ആമുഖമായി പറഞ്ഞത്. ഇവിടെ രഹാബിലേക്ക് കടന്നു വരുമ്പോൾ രഹാബ് ഒരു അമോര്യ വംശജയായിരുന്നു എന്ന് ആ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. രഹാബിന്റെ ചരിത്രം മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശം കൈവശമാക്കുന്ന ഇസ്രയേലിന്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതായത് ഇസ്രയേൽ നമുക്കറിയാം, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് 40 വർഷത്തിന് ശേഷം യോർദാന്റെ നദീതീരത്ത് വന്നു നിന്ന് അവർ യഹൂദ അല്ലെങ്കിൽ അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ നാടിനെ അവകാശമാക്കുന്ന ആ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്ന ആ സംഭവമാണ്. ആ വലിയ ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമായ മറ്റൊരു സംഭവമായി, അതായത് എരിഹോ ഒറ്റുനോക്കേണ്ടതിന് ചാരന്മാരെ അയച്ച കാര്യവുമായിട്ട് അത് ഇഴചേർന്ന് കിടക്കുന്നു. അല്ലെങ്കിൽ ആ ചാരന്മാരെ അയച്ച ചാരന്മാർ പോയി വരുന്ന ആ സംഭവ വികാസങ്ങളോട് ചേർന്ന ഒരു ചരിത്രം കൂടിയാണ് രഹാബിന്റെ കഥ കിടക്കുന്നത്. യോശുവ സൈന്യവുമായി യോർദാൻ നദിയുടെ അക്കരത്തേക്ക് അല്ലെങ്കിൽ അക്കരെ നിന്നുകൊണ്ട് ദേശത്തേക്ക് പ്രവേശിക്കാൻ സജ്ജനായി കാത്തുനിന്ന സമയത്ത് തനിക്ക് മുമ്പായി 2 ദൂതന്മാരെ അല്ലെങ്കിൽ 2 ചാരന്മാരെ ഉറ്റുനോക്കുവാനായിട്ട് എരിഹോയിലേക്ക് അയച്ചു. അവിടെ യോശുവ 2 ചാരന്മാരെ മാത്രം അയച്ചു എന്നത് ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യമാണ്. 38 വർഷങ്ങൾക്ക് മുമ്പ് മോശ 12 ചാരന്മാരെ മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് അയച്ചിരുന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അവിടെ സംഭവിക്കുന്നത് തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് ആ വേദഭാഗങ്ങളൊക്കെ നമുക്ക് പരിചിതമാണല്ലോ. അവരിൽ നിന്ന് 10 പേരും അവിടുത്തെ നിവാസികളെ തോൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നുള്ള അവിശ്വാസം നിറഞ്ഞ റിസൾട്ട് ആയിരുന്നു അല്ലെങ്കിൽ റിപ്പോർട്ടായിരുന്നു അന്ന് അവർ കൊണ്ടുവന്നത്. അങ്ങനെ ആ റിപ്പോർട്ടിനെ പ്രതി വലിയൊരു പാളയത്തിൽ തന്നെ വലിയൊരു ആശങ്കയും വലിയ നിരാശയും ഒത്തിരി ബുദ്ധിമുട്ടുകളും അതിനെ തുടർന്ന് വലിയ ന്യായവിധിയും ഒക്കെ അവിടെ സംഭവിച്ചിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. അതിനെ തുടർന്നാണല്ലോ 38 വർഷത്തോളം അവർ ഈ മരുഭൂമിയിൽ കൂടി അലയേണ്ടി വന്നത്. എന്നാൽ ദൈവത്തിന്റെ ആ വിജയ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച 2 ചാരന്മാർ മാത്രമേ ഉണ്ടായിരുന്നു. അതിലൊരാൾ യോശുവ തന്നെയായിരുന്നല്ലോ. ആ യോശുവ ആ സംഭവം ഓർക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് യോശുവ ഇസ്രയേലിന്റെ ആ ദൈവത്തിൽ വിശ്വാസമുള്ള, ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന, വിശ്വാസത്തോടു കൂടെയുള്ള റിപ്പോർട്ടുമായി കടന്നു വരുന്ന 2 പേരെ മാത്രമായിരുന്നു ആ യാത്രയ്ക്കായിട്ട് അവൻ നിയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ യോർദാൻ നദിയുടെ മറുകരയിൽ യഹൂദ ജനതയുടെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുടെ
അവരുടെ ഹൃദയം ഭയം കൊണ്ട് തളർന്നു പോയിരുന്നു എന്നതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അവർ റിപ്പോർട്ട് മടക്കി കൊണ്ടുവന്നപ്പോൾ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അവരുടെ ഉള്ളമെല്ലാം പേടിച്ച് അവർ കീഴടങ്ങാൻ പോകുന്നു, അവർക്ക് ന്യായവിധി വരാൻ പോകുന്നു, അവരെല്ലാം നശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വലിയ ഭയമാണ് അവിടെ ഉള്ളവരെ ഭരിക്കുന്നത് എന്നുള്ള കാര്യം ആണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. യോശുവയുടെ പുസ്തകത്തിലെ തുടർന്നുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ യഹോവയായ ദൈവം തന്നെയാണ് അവിടെ യുദ്ധം ചെയ്തതെന്ന് നമുക്കറിയാം. ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ അന്ന് നടന്ന ആ യുദ്ധത്തിന്റെ ആ വിജയം അവിടുള്ള ഈ ഒറ്റുനോക്കാൻ പോയവരുടെ കഴിവ് കൊണ്ട് കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു ഭൂപ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബലം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ടോ അങ്ങനെയുള്ള ഒരു ഏതെങ്കിലും ഒരു കഴിവ് കൊണ്ടോ ഒന്നുമല്ല അവർ അന്ന് ആ യുദ്ധം ജയിച്ചത്, അല്ലെങ്കിൽ തന്ത്രങ്ങൾ കൊണ്ടുമല്ല അവർ യുദ്ധം ജയിച്ചത്, അത് അല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ സൈനിക ശക്തി കൊണ്ടുമല്ല അന്ന് ആ യുദ്ധം ജയിച്ചിരുന്നത്. അവിടേക്ക് ദൈവം 2 ചാരന്മാരെ അയച്ചെങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണം ആ വിജാതി നഗരത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയ രാഹാബിനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. നമുക്കറിയാം ആ യുദ്ധം അവർ നടക്കുന്നത് ദൈവത്താലാണ്, ആ മതിൽ വീഴുന്നതും ദൈവത്താലാണ്, അത് കീഴടക്കുന്നതും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് അവിടെ ഇങ്ങനെ 2 ചാരന്മാരെ അയക്കുവാൻ ദൈവം മുന്നമേ കണ്ടിട്ടുള്ള ഒരു 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 അല്ലെങ്കിൽ പാപിനിയായ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീയെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനെ 2 ചാരന്മാരെ അവിടെ അയക്കുവാൻ അത് ആ ദൈവിക തീരുമാനമുണ്ടായത് എന്ന നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കുന്നുണ്ട്. ആ വലിയ ദൈവിക പ്രവൃത്തി രൂത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടു. നമ്മൾക്കറിയാം, ഞാൻ അത് പറഞ്ഞിരുന്നല്ലോ, നൊവോമിയുടെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ സഹിച്ച് അങ്ങനെ ഒരു യാത്രയുണ്ടായി നിരാശയോടെ മടങ്ങി വരുന്ന ആ ഒരു സന്ദർഭത്തിലൊക്കെ അങ്ങനെയാണെങ്കിലും നവോമിയുടെ ജീവിതത്തിൽ കുറെ നിരാശയും വേദനയും ഉണ്ടായെങ്കിൽ പോലും രൂത്തിനെ അവിടെ കൊണ്ടുവരേണ്ടതിന് ദൈവം അതിനെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ ഒരു ദൈവിക പ്രവൃത്തിയാണ് രഹാബിന്റെയും ജീവിതത്തിലൂടെ ഉണ്ടാകുന്നത്. ഇവിടെ ഈ ചാരന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ അതിനുശേഷം നടന്ന ചില ക്രമീകരണങ്ങളിലൂടെയൊക്കെയാണ് രഹാബിന്റെയും അവളുടെ പിതാവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കുന്ന മറ്റുള്ളവരുടെ ഒക്കെ ജീവൻ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ മിസ്രൈമിൽ നിന്ന് ദൈവജനം വന്ന ആ ദൈവജനം കനാൻ ദേശത്തെ അവകാശമാക്കുന്നതും വിഭജിച്ച് നൽകുന്നതുമാണ് യോശുവയുടെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. യോശുവയുടെ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. കാരണം മോശയുടെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളിലൊക്കെ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ കുറിച്ച്, അവരുടെ ആചാരങ്ങളെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച് ഇതൊക്കെ വിവരിച്ചതിന് ശേഷം യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നിറയെ യുദ്ധങ്ങളാണ്, നിറയെ കീഴടക്കലും അതിനെ വിഭജിച്ച് ജനങ്ങൾക്ക് വിഭാഗിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ആ പുസ്തകത്തിൽ. അതാണ് അതിന്റെ പ്രധാന വിഷയം. എങ്കിലും അതിന് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അന്യ ദൈവ ആരാധനയായ അല്ലെങ്കിൽ ദൈവ ആരാധകയായ ഒരു സ്ത്രീയെ ദൈവം രക്ഷിക്കുന്നതിനെ കുറിച്ചുള്ളതാണെന്നുള്ളൊരു വലിയ കൗതുകമുള്ള ഒരു കാര്യമാണ്. അതായത് ക്രൂരമായ യുദ്ധങ്ങളും കീഴടക്കലുകളും നിറഞ്ഞ ഒരു പുസ്തകത്തിലെ ആദ്യ സംഭവം ദൈവത്തിന്റെ കൃപയെക്കുറിച്ചുള്ള ഒന്നാണെന്ന് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ കൃപ അത് എത്രമാത്രമാണെന്നുള്ളത്, അതായത് ന്യായവിധിയുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ന്യായം വിധിച്ച അവരുടെ ഇടയിൽ നിന്ന് എല്ലാവരും നശിപ്പിക്കുന്ന ആ സാഹചര്യത്തിനിടയിൽ ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ ഒരുവൾക്ക് അവസരം കിട്ടി എന്നുള്ളതാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈബിൾ ചരിത്രത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി തന്നെയായിരുന്നു യോശുവയുടെ നേതൃത്വത്തിൽ എരിഹോ കീഴടക്കിയ ആ യുദ്ധവും അതിന്റെ വിജയവും. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൈനിക ശക്തിയോ ആയുധങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ആ പട്ടണത്തെ സംരക്ഷണം ചെയ്തിരുന്ന ഉറപ്പുള്ള കോട്ട തകർന്നു വീണു. ഈ യുദ്ധ വിജയത്തെ ഇങ്ങനെ കോട്ട തകർന്നു എന്ന് അവർ അതിനെ കീഴടക്കി അതിനെ മുഴുവൻ അത് സ്വന്തമാക്കിയപ്പോൾ ആ യുദ്ധ വിജയത്തെ അവർ വലിയ സന്തോഷത്തോടെ അവർ ആഘോഷിക്കുമ്പോൾ ആ ജനം ആ നിലയിൽ അവർ സന്തോഷിച്ചു. അല്ലെങ്കിൽ അവർക്കത് പെട്ടെന്ന് തന്നെ അവർ ആ യോർദാൻ നദി കനാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം തന്നെ കീഴടക്കുന്ന ആദ്യത്തെ പട്ടണമാണത്. അത് വലിയ സന്തോഷത്തോടെ അവർ ആഘോഷിക്കുമ്പോൾ ബൈബിൾ അതിനൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത്. അവരുടെ ആ നിലയിലുള്ള സന്തോഷം അല്ലെങ്കിൽ അവരുടെ ജയം എന്ന നിലയിലൊന്നുമല്ല കാണുന്നത്. ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ അതൊരു ന്യായവിധിയായിരുന്നു. ആ ദേശത്തെ ജനങ്ങളുടെ പാപങ്ങൾ നിമിത്തം ദൈവം നടത്തിയ ന്യായവിധിയുടെ ഭാഗമായുള്ള ഒരു അധിനിവേശവുമായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് വാഗ്ദത്തം ലഭിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തത്തിൽ ഈ അമോര്യ പ്രദേശത്തെക്കുറിച്ചും അവിടെ നടക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്: അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും.
നല്ല വാർദ്ധക്യത്തിൽ നീ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ അമോര്യൽ അവിടെ ഉണ്ടായിരുന്ന അമോര്യ ജാതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അമോര്യരുടെ അക്രമം അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ തലങ്ങളിലേക്ക് അത് വരുന്നു എന്നുള്ള കാര്യം, അതിന്റെ മുന്നറിയിപ്പാണ് അബ്രഹാമിന് എത്രയോ 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അബ്രഹാമിന് അത് കൊടുക്കുന്നതെന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ ദൈവം അബ്രഹാമിന് നൽകാൻ പോകുന്ന ദേശത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദൈവം അവിടുത്തെ ഗോത്രങ്ങളുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞെങ്കിലും അത് സംഭവിക്കുന്നത് ഇനിയും കുറെ കാലം കൂടെ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറെ കാലം കൂടി വേണ്ടി വരും അത് എന്നാണ് അവിടെ പറയുന്നത്. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് അമോര്യരുടെ ആ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ആ കാത്തിരിപ്പിനെ കുറിച്ച് ദൈവം അവിടെ സൂചിപ്പിച്ചത്. അതായത് അന്ന് ആ സമയത്ത് ന്യായവിധി നടപ്പിലാക്കാനുള്ള സമയമായിരുന്നില്ല എന്നുള്ളതാണ് ആ വാക്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളൊരു ഏകദേശം 400 വർഷങ്ങൾക്കപ്പുറം എരിഹോ പ്രദേശത്ത് താമസിച്ചിരുന്ന ആ ജനങ്ങളുടെ അകൃത്യം വർദ്ധിച്ചു വരികയും ന്യായവിധി അടുത്തു വരികയും ചെയ്തു. അവരുടെ അടുത്തേക്ക് എത്തി, അല്ലെങ്കിൽ ആ ഏറ്റവും അടുത്ത് അവരുടെ വാതിൽക്കൽ ന്യായവിധി എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ വലിയ ന്യായവിധി എരിഹോയിലെ ജനതയെ സംഭവിക്കാനുള്ള ആ കാലത്ത് പാപത്തിൽ ജീവിച്ചിരുന്ന പാപിനിയായ ഒരു വിജാതീയ സ്ത്രീയെ രക്ഷിക്കുന്നതിനായി ദൈവം കരുണ കാണിക്കുന്ന ആ ഒരു സംഭവ കഥയാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ ചുരുക്കമെന്ന് പറയുന്നത്. ഇവിടെ രഹാബിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ കാരുണ്യം പ്രത്യേകം പ്രകടമാണ്. കാരണം മാനുഷികമായി ചിന്തിച്ചാൽ അവൾക്ക് അനുകൂലമായി ഒന്നും തന്നെ ഇല്ല. പലരും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ സാഹചര്യം അനുസരിച്ചാൽ, ഇന്ന് നമ്മൾ പങ്കെടുക്കുന്ന സഭകളുടെ സാഹചര്യം അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുകൂല സാഹചര്യങ്ങളും ഈ രഹാബിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രഹാബിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമതായി അവളൊരു വിജാതീയ സ്ത്രീ ആയിരുന്നു. അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അവരുടെ അമോര്യ സ്ത്രീ അല്ലെങ്കിൽ അമോര്യ വംശജയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. പഴയ നിയമകാലത്ത് വിജാതീയരായിരിക്കുക എന്നതൊരു വലിയ പോരായ്മയായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ അടുത്ത് പല ജാതികളിലൊക്കെ ഉള്ളവരുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ കാണിക്കാതെ അവരുമായി സ്നേഹത്തോട് ഇടപെടുവാനും കാര്യങ്ങളിലൊക്കെ പങ്കെടുകൊള്ളാനൊക്കെ നമ്മൾ ഇടപെടാറുണ്ട്. എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനെയല്ലായിരുന്നു. ആ കാലത്ത് യഹൂദ ജനതയ്ക്ക് ദൈവം നൽകിയ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളിൽ നിന്നൊക്കെ അകറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് വിജാതീയരായിരിക്കും എന്ന് പറയുന്നത് വലിയൊരു പോരായ്മയായിരുന്നു. രഹാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് ബൈബിൾ ഉണ്ടായിരുന്നില്ല, ന്യായപ്രമാണം ഉണ്ടായിരുന്നില്ല, ദൈവിക കൽപ്പനകളെ കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല, പിതാക്കന്മാരുടെ പാരമ്പര്യം ഉണ്ടായിരുന്നില്ല, സത്യമായ ആരാധന രീതി അവൾക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ ആത്മീയമായി അവൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളൊരു വിജാതീയ സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അവൾ അമോര്യക്കാരി അല്ലെങ്കിൽ അമോര്യ വംശജ എന്നുകൂടി പറയുമ്പോൾ, ആ ദേശത്തെ ജനവിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അമോര്യർ എന്ന് പറയുമ്പോൾ ഒരു വംശമാണ്, ഒരു വിഭാഗം മാത്രമായിരുന്നു. എന്നിരുന്നാലും ആ ദുഷ്ട ജനതയിൽ വെച്ച് ഏറ്റവും അതികഠിനമായ ദുഷ്ടതയുള്ളവർ അമോര്യരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവരുടെ രീതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സ്വന്തം മക്കളെ പോലും കൊന്നൊടുക്കുന്ന നികൃഷ്ടമായ ബലികർമ്മങ്ങൾ അവരുടെ ദേവന്മാരുടെ മുമ്പിലൊക്കെ ചെയ്യുന്ന അത്രയും ദുഷ്ടതകൾ ചെയ്യുന്ന ഒരു ജനതയായിരുന്നു അമോര്യരെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ രഹാബ് ഒരു വിജാതി സ്ത്രീയും അതിലുപരി ഒരു അമോര്യക്കാരിയുമായിരുന്നു. എന്നാൽ ഇവയ്ക്കെല്ലാം പുറമെ അവൾ ഒരു വേശ്യയും കൂടിയായിരുന്നു എന്നുള്ളതാണ് ആ തിരുവചനം നമ്മെ മനസ്സിലാക്കുന്നത്. യോശുവയുടെ നേതൃത്വത്തിൽ എരിഹോ കീഴടക്കുന്ന സമയത്തും അവൾ തന്റെ പാപത്തിൽ തുടരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ അതിനു മുമ്പായി അവൾ മാനസാന്തരപ്പെട്ടിരിക്കാം. ദേശം ഒറ്റുനോക്കാൻ വന്ന ആ 2 ചാരന്മാർ ആ നഗരത്തിൽ പ്രവേശിച്ച് അവളുടെ വീട്ടിൽ പോയി എന്ന വാർത്ത രാജാവ് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ സൈന്യം കേട്ടപ്പോൾ, ആ അപരിചിതർ അവിടെ പോയതിൽ രാജാവിന് ഒട്ടും അത്ഭുതം തോന്നിയില്ല. കാരണം അവളുടെ പുരുഷന്മാർ എപ്പോഴും അവിടെ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമായിരുന്നു. ആ നിലയിൽ അവിടെ 2 ചാരന്മാർ വന്നു, അവർ ആ ഭവനത്തിലെത്തി, അവിടെ കടന്നു വന്നു, അവിടെ ആയിരുന്നു എന്നുള്ളതൊക്കെ അവരെ അല്ലെങ്കിൽ അതിൽ അവളെ ചോദ്യം ചെയ്യുകയോ അവളെ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് തുടർന്ന വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ ചാരന്മാർ അവിടെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവർ അവിടെ നിന്ന് പോയി എന്നും അവൾ രാജാവിനോട് പറഞ്ഞപ്പോൾ അവൻ അത് അംഗീകരിച്ചു. അതിനർത്ഥം അവൾ യഥാർത്ഥത്തിൽ ഒരു അധാർമിക സ്ത്രീ, ആ നിലയിൽ തന്നെ തുടർന്നു പോകുന്നവൾ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും മോശം സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയെ ദൈവം രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ സഭാ സ്റ്റാറ്റസ്, നമ്മുടെ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇത്രയും മോശം സാഹചര്യത്തിലുള്ള ഒരു വ്യക്തി ദൈവം രക്ഷിക്കുന്ന ഉചിതമാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പലർക്കും തോന്നും, നമുക്ക് പെട്ടെന്നൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മുടെ സഭകളിലേക്കൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലരൊക്കെ കടന്നു വരുമ്പോൾ വളരെ സംശയ ദൃഷ്ടിയോടുകൂടി തന്നെ നോക്കാറുള്ളൂ. നമുക്ക് അതൊക്കെയാണ്, ആ നിലയിലാണ് നമ്മൾ അതിനെയൊക്കെ കാണാറുള്ളത്. എന്നാൽ ബൈബിളിലെ ദൈവം രക്ഷിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ്. നമ്മൾ ബൈബിൾ മുഴുവനായി പഠിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാപികളിൽ നിന്ന് മുദ്ര ചാർത്തപ്പെട്ടവരോടും അല്ലെങ്കിൽ ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നതിനെ വിമർശിച്ച പരീക്ഷന്മാരുടെ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം വിവിധ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഭാഗം മാത്രം
മാത്രം ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ പറയുന്നുണ്ട്. യേശുവരോട് പറയുകയാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയും മാനസാന്തരത്തിൽ വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ യേശു കർത്താവ് പറഞ്ഞു, മാനസാന്തരത്തിന്റെ ആവശ്യമില്ലാത്ത എല്ലാ നീതിമാന്മാരെക്കാളും അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ട് എന്നുള്ളതും ആ വേദഭാവം ഒക്കെ നമുക്കറിയാം. എന്നാൽ കർത്താവിന്റെ ശ്രദ്ധ അങ്ങനെയായിരുന്നു, കർത്താവ് പ്രവർത്തിച്ചത് അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ അനുദപിച്ച ഒരു സ്ത്രീയായിരുന്നു. ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ സമയത്ത് അവൾ ഈ വാർത്തകൾ കേട്ട് ഇവിടെ ഉണ്ടായിരുന്ന എരിഹോയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഭയചകിതരായിരുന്നപ്പോൾ, അവർ തങ്ങളെ കീഴടക്കി, അവർ തങ്ങളെ കൊന്നൊടുക്കി, ആ ദേശം നാമാവശേഷമാക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോൾ അവൾ അനുദപിച്ച് ഈ ദൈവത്തോട് ചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിലയിൽ അവൾ അനുദപിച്ച ഒരു സ്ത്രീയായിരുന്നു. യഥാർത്ഥത്തിൽ അവളുടെ ഉള്ളിൽ ഒരു അനുതാപം ഉണ്ടായിരുന്നു. തന്റെ അടുക്കൽ വന്നിരുന്ന പുരുഷന്മാരിൽ നിന്നുമായിരിക്കാം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നടത്തിയ ആ പ്രവൃത്തികളെ കുറിച്ച് അവൾ കേട്ടിരുന്നത്. അങ്ങനെ കേട്ടിട്ടാണ് അവൾ ആ ദൈവത്തിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും ആഗ്രഹിച്ചിരുന്നത്. കാരണം നേരിട്ട് ആരും അവളോട് പറഞ്ഞിരുന്നില്ല. അവൾ കേൾക്കാനുള്ള ഒരേ ഒരു മാർഗം അവളുടെ അടുക്കൽ വരുന്ന പുരുഷന്മാരായിരുന്നു. ദൈവം തന്റെ ജനത്തിന് കടന്നു പോകാൻ വേണ്ടി ചെങ്കടലിൽ നിലമൊരുക്കിയ കാര്യവും, അതുപോലെ യോർദാന്റെ അക്കരെയുള്ള രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും ഒക്കെ തോൽപ്പിച്ച അങ്ങനെയുള്ള വാർത്തകളൊക്കെ രഹാബ് കേട്ടു. ഇതൊക്കെ തന്റെ അടുക്കൽ വന്ന ആൾക്കാരിൽ നിന്ന് കേട്ടു. ഇങ്ങനെ കേട്ട ഈ കാര്യങ്ങളൊക്കെ സത്യദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് അവളെ നയിക്കാൻ പര്യാപ്തമായിരുന്നു. അവൾ ആ കർത്താവിൽ അറിയാതെ അവൾ ആ കർത്താവിൽ ആശ്രയിപ്പാനും അങ്ങനെ നടത്തുന്ന, അങ്ങനെ തന്റെ ജനത്തെ കരുതുന്ന ഒരു വലിയ ദൈവത്തിൽ ആശ്രയിപ്പാൻ, വിശ്വസിപ്പാൻ അവൾ തയ്യാറായി. രഹാബിന്റെ വിശ്വാസത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ 1-2 പരാമർശങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അതുകൊണ്ട് നോക്കാം. ആദ്യത്തത് എബ്രായ ലേഖനത്തിലെ വിശ്വാസന്മാരും വിശ്വാസ വീരന്മാരെ കുറിച്ച് വിവരിക്കുന്ന ആ വേദഭാഗത്താണ്. 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. അത് ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്താൽ രഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അവിടെ ബാക്കിയുള്ളവരെല്ലാം അവിശ്വാസികളായിരുന്നു, ന്യായവിധിയായിരുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അവരോടുകൂടെ നശിക്കാതിരുന്നു. രണ്ടാമത്തെ പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവണ്ണം രഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞേക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ അവൾ അല്ലെങ്കിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെ ചാരന്മാരുമായി വന്ന ആ 2 വ്യക്തികൾ എരിഹോവിലെ പടയാളികളുടെ കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് അവളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിരുന്നു. അത് അവൾക്ക് വഴി, അല്ലെങ്കിൽ അവരെ അല്പസമയം ഒളിപ്പിച്ചു വെച്ച് അവർക്ക് വഴി തുറന്നു കൊടുത്ത് അവരെ രക്ഷിച്ചത് അവളുടെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണെന്നാണ് യാക്കോബ് അപ്പോസ്തലനോട് പറയുന്നത്. രഹാബിന്റെ വിശ്വാസം ഇത്രയധികം പ്രശംസിക്കപ്പെടുവാനുള്ള കാരണമായി, അല്ലെങ്കിൽ അതിന് കാരണമായി ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ രഹാബ് താമസിച്ചിരുന്നത് എരിഹോ പട്ടണത്തിലായിരുന്നു. എരിഹോ പട്ടണം എന്ന് പറയുമ്പോൾ എരിഹോ സൈന്യ സംവിധാനങ്ങളുടെ ഇടയിലായിരുന്നു. അതായത് പട്ടണത്തെ സംരക്ഷിച്ചിരുന്ന കോട്ട മതിലിന്മേലായിരുന്നു അവളുടെ ഭവനം. കോട്ട മതിലിന്മേൽ തന്നെയുള്ള മുറികൾ അടങ്ങി അതിന്മേൽ മതിൽ കൂട്ടി പണിതിരിക്കുന്ന ഒരു ഭവനമായിരുന്നു രഹാബ് താമസിച്ചിരുന്നത് നമുക്കറിയാം. ചാരന്മാരെ കണ്ടെത്താനായി അവളുടെ വീട് പരിശോധിച്ച സമയത്ത് അവൾ പറഞ്ഞത് വിശ്വസിക്കാതെ ആ പടയാളികൾ ആ വീട് പരിശോധിച്ചിരുന്നു. തീർച്ചയായും അവൾ അതിൽ പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയുമായിരുന്നു. പക്ഷേ അവൾ എന്ത് ചെയ്തു? ആ സൈന്യത്തിന്റെ സ്ഥിര നിരീക്ഷണമുള്ള സ്ഥലത്ത് തന്റെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് അവൾ ആ ചാരന്മാരെ രക്ഷിപ്പാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാനും ആഗ്രഹിച്ചത്. അങ്ങനെയാണ് അവൾ ആ സ്റ്റെപ്പ് വെച്ചത്. ആ നിലയിൽ രഹാബിന്റെ വിശ്വാസം ഒരു വീരോചിതമായ ഒരു വിശ്വാസമായിരുന്നു നമുക്ക് കാണുന്നുണ്ട്. രണ്ടാമതായി അവൾ സ്വന്തം ജനത്തിന്റെ വഴികളിൽ നിന്ന് തിരിഞ്ഞു നടന്നു. അതായത് മുമ്പ് പറഞ്ഞ പോലെ അവൾ ദൈവത്തെ കുറിച്ച് കേട്ടപ്പോൾ അവൾ മാനസാന്തരപ്പെടുകയും അവളുടെ വഴികളിൽ നിന്ന് അനുദപിച്ച് അവൾ ഒരു വേറൊരു ജീവിതത്തിന് വേണ്ടി അവൾ ആഗ്രഹിക്കുകയും ആ നിലയിൽ ഒരു സ്റ്റെപ്പ് വെക്കുന്ന, അതായത് അവിടെ ഉള്ള ജനങ്ങളെല്ലാം, യെരിഹോവിലുള്ള ജനങ്ങളെല്ലാം അവിശ്വാസികളായി അവരുടെ പാപം തികഞ്ഞ് അത് ദൈവത്തിന്റെ മുമ്പ് സഹിക്കാതെയുള്ള ആ ഒരു ന്യായവിധിയിലേക്ക് അവർ നടന്നെടുക്കുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു വിശ്വാസമായിരുന്നു രഹാബിന്റെ. അതായത് യെരിഹോവിന്റെ ജനങ്ങളുടെ ആ വഴികളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു വിശ്വാസമായിട്ടായിരുന്നു രഹാബ് മുന്നോട്ട് പോയിരിക്കുന്നത്. യെരിഹോവിൽ താമസിക്കുന്ന ആമോര്യ വംശജയായ രഹാബ് ദൈവം യഥാർത്ഥത്തിൽ ആരാണെന്നും ദൈവം തന്നെ എന്താണ് ആവശ്യപ്പെടുന്നതെന്നുള്ള ആ ബോധ്യ നിമിത്തം തന്റെ ഭൂതകാലത്തിനും തന്റെ ജനത്തിനും നേരെ പുറംതിരിഞ്ഞ് നടക്കുവാനായിട്ട് അവൾ തയ്യാറായി എന്നുള്ളത് അവളുടെ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒറ്റുകാരെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ അവൾ മാനസാന്തരപ്പെട്ടിരിക്കാം. അതൊന്നുകൂടി അവൾ ഉറപ്പിക്കുന്നത് ആ ഒറ്റുകാർ അവളുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോഴായിരിക്കും. അവൾ ഒന്നുകൂടി അതിനെക്കുറിച്ച് കേൾക്കുകയും ഒന്നുകൂടി അറിയുകയും ആ ദൈവത്തിന്റെ പ്രവൃത്തികളിലേക്കുള്ള ജോയിൻ ചെയ്യാനുള്ള അവളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ രഹാബ് ചെയ്ത മൂന്നാമത്തെ കാര്യം നമുക്കറിയുന്നത് യഹൂദ ജനതയുമായി സ്വയം താതാത്മ്യം പ്രാപിക്കുക. അതായത് ദൈവത്തോട് കൂടിച്ചേരുവാനുള്ള, ദൈവജനത്തോട് കൂടിച്ചേരുവാനുള്ള അവളുടെ ആ താല്പര്യത്തെ അവൾ പ്രകടിപ്പിച്ചു. അതിനായി അവൾ അവരോട് ആവശ്യപ്പെടുന്നതാണ് അവിടെ
കാണാൻ കഴിയുന്നത്. ആ നിലയിലും ദൈവം അവളെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് കാണുന്നത്, അത് മനസ്സിലാക്കുന്നത്. അതായത് രഹാബ് അവരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നു. തുടർന്ന് നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ പിന്നെ ഈ പട്ടണം കീഴടക്കുമ്പോൾ ഞങ്ങൾ ഈ കുടുംബത്തിനൊക്കെ രക്ഷിക്കും പറയുമ്പോൾ അവൾക്ക് ആ ജനത്തോടുകൂടി പിന്നെയും തുടർന്ന് ജീവിപ്പാനാണ് അവൾ ആഗ്രഹിച്ചത്. അവിടെ ആ നിലയിലായിരുന്നു ആ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പിന്നീട് രഹാബ് കാലങ്ങൾ കഴിയുമ്പോൾ രഹാബ്, അല്ലെങ്കിൽ രഹാബിനെ കുറിച്ച് പറയുമ്പോൾ രഹാബ് തന്റെ ഭാവി മരുമകൾ നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഭവനത്തിലേക്ക് വരുമെന്ന്, അതായത് രൂത്ത് ആ ഭവനത്തിലേക്ക് തന്നെ അങ്ങനെ പറഞ്ഞ് അതേപോലെ ഒരു സാഹചര്യത്തിൽ വരുമെന്ന് ഒരിക്കലും ചിന്തിച്ച് കാണില്ല. അവൾ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ അവൾ വിശ്വസിച്ചു. പക്ഷേ അതിനേക്കാൾ ശക്തമായ നിലയിലുള്ള തീരുമാനങ്ങളും വിശ്വാസത്തിന്റെ പ്രകടനമായിരുന്നു രഹാബിൽ ഉണ്ടായിരുന്നത്. ഇവിടെ രഹാബിനെ, അല്ലെങ്കിൽ ദൈവം രഹാബിനെ ഇസ്രായേലിലേക്ക് ചേർത്തുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഒരു രണ്ടാംകിട പൗരയായിട്ടോ അല്ലെങ്കിൽ രണ്ടാംകിട രക്ഷ ലഭിച്ചവളായിട്ടോ അല്ലെങ്കിൽ ഒരു താഴ്ന്ന നിലയിൽ ഒന്നുമല്ല അവളെ സ്വീകരിച്ചത് തുടക്കം മുതൽക്കേ യഹൂദ സമൂഹത്തിൽ ഒരു പൂർണ്ണമായ പദവിയോട് കൂടിയാണ് അവൾ അവിടെ സ്വീകരിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. അവൾ വിവാഹം കഴിക്കുന്നുണ്ട്. അങ്ങനെ രൂത്തിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അവൾക്കും വലിയൊരു പദവി, ഭാഗ്യ പദവി എന്ന നിലയിലാണ്. ഒരിക്കലും അത്രയും പ്രതീക്ഷയോടൊന്നും അല്ല അവൾ വന്നത്. അങ്ങനെ ഒരു ഭാഗ്യ പദവിയാണ് അവൾക്ക് ലഭിച്ചത്. രഹാബിനും അത് തന്നെയാണ് ലഭിച്ചത്. രഹാബും ആ പട്ടണത്തിൽ വന്നു, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് ശേഷം ആ പട്ടണം കീഴ്പ്പെടുത്തിയതിനു ശേഷം ആ സമൂഹത്തിലേക്ക് വിവാഹം കഴിക്കുകയും ആ നിലയിൽ ദൈവകൃപയാൽ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പൂർവികയായി തീരുവാനുള്ള ആ വലിയ ഭാഗ്യത്തിനൊക്കെ അവൾ ഉടമയായി തീർന്നു എന്ന് ആ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നല്ലോ. തുടർന്ന് നടന്ന യുദ്ധത്തിനിടയിൽ രഹാബ് സംരക്ഷണം പ്രാപിച്ചതിലും വലിയ ആത്മമർമ്മങ്ങൾ വെളിപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തുടർന്ന് നടന്ന ആ യുദ്ധത്തിനിടയിലാണ് സംഭവിക്കുന്നത്. ആ യുദ്ധത്തിനിടയിൽ തന്നെ, അല്ലെങ്കിൽ അവൾക്ക് ഒരു വിടുതലുണ്ടായത് ഒരു വലിയ ആത്മീയ സത്യം കൂടെയുണ്ട്. അവിടെ ആ ഒറ്റുനോട്ടക്കാരൊക്കെ അവളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒറ്റുനോട്ടക്കാർ അവളുടെ രക്ഷയ്ക്കായിട്ട് അവളുടെ കയ്യിൽ ഒരു ചുവപ്പ് ചരട് കൊടുത്തിരുന്നു. ആ ചുവപ്പ് ചരട് കൊടുത്തിട്ട് അവളുടെ കുടുംബത്തിന്റെ രക്ഷയുടെ അടയാളത്തിനായി അത് ആ ഭവനത്തിന്റെ ജനാലയിൽ കെട്ടാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു. ആ നിലയിലാണ് ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനൊരു സമാനമായി ചിന്തിക്കുകയാണെങ്കിൽ മിസ്രൈമിൽ വെച്ച് യഹൂദജനം താമസിച്ചിരുന്ന ആ ഭവനത്തിന്റെ കട്ടള കാലിന്മേലും കുറുബടിമേലും ഒക്കെ കുഞ്ഞാടിന്റെ രക്തം പുരട്ടി സംഹാര രൂതനിൽ നിന്നും രക്ഷ പ്രാപിച്ചതിന് സമാനമായ ഒരു സംഭവമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പാപം നിറഞ്ഞ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ലാത്ത ഒരു വ്യക്തി വിശ്വാസത്തോടെ അടുത്ത് വരുമെങ്കിൽ അവനോട് ദൈവം കരുണ കാണിക്കുമെന്നുള്ള ഒരു വലിയ ചരിത്രം കൂടിയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു രക്ഷപ്പെടലിലൂടെ നമ്മെ ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ദൈവത്തിൽ വിശ്വസിപ്പാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹവാനായ ദൈവം അവർക്ക് വേണ്ടുന്ന വഴി ദൈവം ഒരുക്കുമെന്നുള്ള ഒരു കാര്യത്തിനും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രഹാബിന് വേണ്ടി 2 ചാരന്മാരെ അയച്ച് അവളെ അവിടെ നിന്ന് വിടുവിക്കുവാൻ ചില മാർഗങ്ങളെ ഒരുക്കി, ആ യുദ്ധത്തിൽ അവൾ പട്ടുപോകാതിരിക്കാൻ വേണ്ടി സംരക്ഷണം ഒരുക്കി അവളെ കൊണ്ടുവന്ന് അവളെ അവിടെ ഒരു വലിയ കുടുംബത്തിൽ വിവാഹം കഴിപ്പിച്ച് വലിയ നിലയിൽ ദൈവം അവളെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസും എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനും ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. ഒരുപക്ഷെ നമ്മൾ പൗലോസ് ഉപദ്രവിക്കുന്നതുകൊണ്ട് ദൈവം അവനെ വിടുവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപദ്രവത്തിന്റെ ഒരു ശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയല്ല പൗലോസിനെ മാനസാന്തരപ്പെടുത്തത്. ദൈവം പൗലോസിനെ തേടി ചെല്ലുകയായിരുന്നു. എത്യോപ്യ ഷണ്ഡനായ മനുഷ്യൻ അവൻ വിശ്വസിക്കുമെന്ന് മനസ്സിലാക്കി അവന്റെ അടുക്കിലേക്ക് ഫിലിപ്പോസിനെ അയക്കുകയായിരുന്നു. അവൻ ആ വാക്ക് കേൾക്കുമ്പോൾ, ആ വിശദീകരണം കേൾക്കുമ്പോൾ തന്നെ അവൻ മാനസാന്തരപ്പെടുമെന്ന് അവന്റെ ഉള്ളത്തെ അറിഞ്ഞ്, അവന്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് ദൈവം അവന് വേണ്ടി വഴിയൊരുക്കുകയായിരുന്നു. അതുപോലെ നമുക്ക് പല ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പല രാജ്യങ്ങളിലേക്ക് സുവിശേഷമായ അനേകരെയൊക്കെ അയച്ചതിലൊക്കെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെയും പലരുടെയും ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മെ ദൈവം കണ്ട് നമ്മുടെ അടുക്കിലേക്ക് ദൈവം അതിന്റെ മുഖാന്തരങ്ങൾ ഒരുക്കി, സാഹചര്യങ്ങൾ ഒരുക്കി, ആത്മീയമായി വളർത്തി ദൈവം നമ്മെ രക്ഷിച്ച് ദൈവത്തിന്റെ കൃപയിൽ നിർത്തുന്ന എന്നുള്ളതിന്റെ ഒരു അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് രഹാബിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകപരമായി ചിന്തിക്കുമ്പോൾ ഒരു വിജാതി സ്ത്രീയും പാപിനിയുമായ രഹാബിന്റെ സ്ഥാനം ഒത്തിരി താണെന്നാണ് പറയാമെങ്കിലും നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് വിധിക്കാൻ പറ്റുമെങ്കിലും രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ രഹാബിനെ പോലെ തന്നെയാണ്. രഹാബിന് ലഭിക്കാൻ പോകുന്ന അതേ ന്യായവിധി തന്നെയാണ് സകല മനുഷ്യർക്കുമുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കുക.
അവരെല്ലാം അധികം വൈകാതെ സംഭവിക്കുന്ന ആ ദൈവിക ന്യായവിധിയിൽ പട്ടുപോകാനുള്ളതാണ്. അമൂര്യ പട്ടണത്തിൽ അല്ലെങ്കിൽ എരികോയിൽ സംഭവിച്ചത് നമുക്കറിയാം. അവിടെയുള്ള സകലരിലും അത് പട്ടുപോകാൻ, സകലരിലും അത് ബാധിക്കുവാൻ അത് ഇടയായി എന്നുള്ളത് ആ ഭാഗത്ത് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, പരിശുദ്ധനും സ്നേഹവാനുമായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരെ ഒരു നാളും കൈവിടാതെ ദൈവം അവരെ രക്ഷിക്കുമെന്നുള്ള ഒരു വലിയ ദൈവീയ സന്ദേശം കൂടിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വിധത്തിലും നമുക്ക് രഹാബുമായി ഒരു താരതമ്യത്തിന് അവസരമുണ്ട്. അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലൂടെ നമുക്ക് രഹാബിന്റെ കാത്തിരിപ്പിനോട് നമുക്ക് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്താൻ കഴിയും. അതായത് പാപികളായിരുന്ന സാഹചര്യത്തിൽ ഈ നല്ല ദൈവത്തെക്കുറിച്ച് കേട്ട് അവനിൽ വിശ്വസിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് വരെ എരിഹോയിൽ പാർക്കുന്ന, അതായത് ഈ ലോകത്തിൽ പാർക്കുന്ന നമ്മളെയും തക്ക സമയത്ത് ദൈവം തന്നോട് കൂടെ ചേർക്കുമെന്നുള്ള ഒരു വലിയ സത്യം കൂടെ ഇതിനോട് കൂടെ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നുണ്ട്. അതിനുവേണ്ടി വീടിന്റെ കിളിവാതിലിൽ അവൾക്ക് വാക്ക് നൽകി കൊടുത്ത ആ ചുവന്ന ചരടും കെട്ടി രഹാബിന്റെ കാത്തിരിപ്പ് പോലെ നമുക്ക് വാഗ്ദത്തം ചെയ്ത രക്ഷയുടെ ഉറപ്പ് ഓരോ ദിവസവും പുതുക്കിക്കൊണ്ട് പ്രത്യാശയോടും വിശുദ്ധിയോടും കാത്തിരിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം കൂടി ഇതിനോട് ചേർന്ന് നൽകുവാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു വലിയ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മുടെയും ആത്മീയ ജീവിതം, നമ്മൾക്കറിയാം ഒരു വലിയ ന്യായവിധി ലോകത്തെ ഭരിക്കുവാൻ പോകുന്നുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരും, രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും ആ ന്യായവിധിക്ക് ഇരയാകാൻ പോകുന്നുണ്ട്. അതിന്റെ മധ്യേ ദൈവത്തിന് വേണ്ടി കാത്തിരിപ്പാൻ, ദൈവത്തിന്റെ ഒരു അടയാളം എന്ന നിലയിൽ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ അടയാളം എന്ന ഒരു രക്ഷ പ്രാപിച്ചവരെന്ന നിലയിൽ ആ വലിയ പ്രത്യാശയോടും വിശുദ്ധിയോടും നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരുത്തട്ടെ. ഈ ദൈവമീയ വചനങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.